പ്രകൃതിപ്രേമികളാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പൂച്ചെടികളൊക്കെ കാണുമ്പോൾ അതൊരു തൈ പറിച്ച് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നടാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ പലർക്കുമുണ്ട്. പക്ഷേ നമുക്കറിയാം, പിങ്ക് നിറത്തിൽ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾക്ക് ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട്. എന്നാൽ നമ്മുടെ തൊട്ടാവാടിയുടെ പൂ നമ്മൾ നല്ല ക്ലോസപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ പൂ അല്ലേ? പക്ഷേ അത് നമ്മൾ ആരും കൊണ്ടുവന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നടാറില്ല. കാരണം ഇവ പയ്യെ വളർന്ന് അവിടെ മുഴുവൻ വ്യാപിച്ച് ആകെ മൊത്തം മുള്ളുകളായി പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഈ തൊട്ടാവാടിയെ പോലെ നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ വളരെ ഭംഗിയൊക്കെ തോന്നിക്കുന്ന പൂക്കളാൽ ആകർഷിച്ച് പിന്നീട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാവുന്ന ചില അക്വാട്ടിക് പ്ലാന്റ്സ്, വെള്ളത്തിൽ വളരുന്ന ചെടികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളിൽ പലരും ഒരു ഭീകരനെ പറ്റി കേട്ടിട്ടുണ്ട്, ടെറർ ഓഫ് ബംഗാൾ. ബംഗാളിലെ ആ ഭീകരൻ ആരാണ്? പേര് കേൾക്കുമ്പോൾ വളരെ ഒരു ഗുമ്മൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആളൊരു പാവത്താനായ ചെടിയാണ്. അതാണ് നമ്മുടെ പോള അല്ലെങ്കിൽ വാട്ടർ ഹയാസിൻത്, അല്ലെങ്കിൽ സയന്റിഫിക് നെയിം പറഞ്ഞാൽ ഐക്കോണിയ ക്രാസിപ്പസ്. പോള എങ്ങനെയാണ് ഈ ടെറർ ഓഫ് ബംഗാൾ എന്നൊരു ഭീകരനായി മാറിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സൗത്ത് അമേരിക്കയുടെ ആമസോൺ ബേസിൻ വാസിയായിരുന്ന ഈ പോള നമ്മുടെ നാട്ടില് 18ാം നൂറ്റാണ്ടിലാണ് എത്തിയത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി. അതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന അന്ന് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ. അപ്പം ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ ഭാര്യയായിരുന്ന ലേഡി ഹേസ്റ്റിങ്സ് ഇത്തരത്തിൽ പോള കാണുകയും വളരെ നല്ല ഭംഗിയുണ്ടല്ലോ, ശരിയാ, നല്ല ഇതിൽ പോലത്തെ ഇലകള്, അതുപോലെ തന്നെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നു, നല്ല ചെറിയ ചെറിയ വയലറ്റ് പൂക്കള്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ നല്ല ഒരു അട്രാക്ഷൻ തോന്നി. അപ്പൊ അവരെന്നാണെടുത്തു, അത് കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പൊ നല്ല ഭംഗിയായിരിക്കുമല്ലോ, വെള്ളക്കെട്ടിന്റെ ഒക്കെ മുകളിൽ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പക്ഷേ പിന്നീട് ഈ പോള നമ്മുടെ വാട്ടർ ബോഡീസിലെ ഒരു ടെററായി മാറി. ഇത് എങ്ങനെയാണ് ടെററായി മാറിയത് എന്ന് നോക്കിക്കഴിഞ്ഞാല്, ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം നമുക്ക് കൊള്ളാം, നല്ല ഭംഗി, 1-2 പേര് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പയ്യെ പയ്യെ ഇവരിവരുടെ എണ്ണം കൂട്ടി 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 നമ്മുടെ ആളുകളുടെ മേല് ആധിപത്യം സ്ഥാപിച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പോള ആദ്യം കുഴപ്പമില്ല, 1-2 കുറച്ച് കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവ അവിടെയുള്ള മറ്റ് നമ്മുടെ തനത് ചെടികളുമായിട്ട് വളരെ വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ നടത്തും. അതായത് ഫുഡിന് വേണ്ടിയിട്ട്, ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടായാലും സൺലൈറ്റിന് വേണ്ടിയിട്ടായാലും ഒക്കെ തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കും. ഈ കോമ്പറ്റീഷൻ കാരണം നമ്മുടെ ചെടികൾക്ക് വളരാൻ പറ്റാതാവും. ഇത്തരത്തിൽ നമ്മുടെ ഒത്തിരിയേറെ അക്വാട്ടിക് സ്പീഷീസുകൾ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഇവയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വെള്ളത്തിലുള്ള ഒത്തിരിയേറെ ടൈപ്പ് ഓഫ് കെമിക്കലുകളൊക്കെ ഇത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. എന്നിട്ട് ഇത് പയ്യെ ഇത് നശിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ ആയുസ് കഴിയുമ്പോൾ ഇത് പയ്യെ അഴുകി ഇത് നമ്മുടെ വെള്ളത്തിന്റെ അടിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ വാട്ടർ ബോഡിയുടെ അടിയിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കെമിക്കലൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ആകും. അങ്ങനെ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കണ്ടാമിനേഷൻ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഉപയോഗത്തിലുള്ള വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് പ്രശ്നമുണ്ടാവുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ഇവ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഡീക്കേ ആവുന്ന സമയത്ത് അവിടെയുള്ള ഓക്സിജൻ ഇവ വലിച്ചെടുക്കും. അത്തരത്തിൽ ആ വെള്ളത്തിനുള്ളിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറയും. നമ്മുടെ അതിനുള്ളിലുള്ള മീനുകളും അങ്ങനെയുള്ള മറ്റ് ജീവജാലങ്ങളുടെ ഒക്കെ തന്നെ ആയുസിനെ ഇത് ബാധിക്കും. പിന്നെ അതിനുള്ളിലുള്ള മീനുകൾക്കൊക്കെ തന്നെയുള്ള അവരുടെ ഒരു ഫുഡ് ചെയിൻ, അവരുടെ ആഹാര ശൃംഖലയെ ഇത് അഫക്റ്റ് ചെയ്യും. ഇത്തരത്തിൽ മീനുകൾക്കും മറ്റു ചെടികൾക്കും ഒക്കെ തന്നെ ഉപദ്രവം ഉണ്ടാകും. പിന്നെ നമുക്കറിയാം, നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇത് ഒത്തിരിയേറെ തടസ്സപ്പെടുത്തും. പിന്നെ നമുക്കിപ്പോൾ മീനൊക്കെ പിടിക്കണമെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഇപ്പം നമ്മൾ ഗിയറുകളൊക്കെ ഉപയോഗിച്ച് പിടിക്കുമ്പോൾ ഇതിൽ വന്ന് ഈ പോള ഉടക്കാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ വലകളിലൊക്കെ തന്നെ ഇത് കുടുങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പോള കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഈ മോസ്കിറ്റോകൾ, കൊതുകുകളൊക്കെ മുട്ടയിട്ട് പെരുകാനും അത്തരത്തിലുള്ള രോഗാണുക്കളൊക്കെ പടരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആ ഏരിയകളിൽ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ വാട്ടർ ഹയാസിൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭംഗിയിലേറെ ഇത് ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാനുള്ള കാരണം. പക്ഷേ അന്ന് ലേഡി ഹേസ്റ്റിങ്സ് അറിയാതെ ചെയ്ത അബദ്ധം നമ്മളിൽ പലരും റിപ്പയർ ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയേറെ ആൾക്കാരെ ആകർഷിച്ച ഒരു വാർത്തയായിരുന്നു കോഴിക്കോട് അവലപ്പള്ളിയിലുണ്ടായ ചെല്ലിപ്പൂക്കൾ. നമ്മുടെ ആൾക്കാര് മുള്ളൻ പാലെന്ന് വിളിക്കുന്ന ഒരു ചെടി, അല്ലെങ്കിൽ കബോബ ഫെർക്കാറ്റ, അല്ല എങ്കിൽ അതിനെ പിങ്ക് ഫോക്ക് ഫാൻ ബോർഡ് എന്ന് വിളിക്കാം. ഈ ഫാൻ ബോർഡ് എന്ന് വിളിക്കാനുള്ള കാരണം അതിന്റെ ആ ഇലകൾക്ക് ഒരു ഫാനിന്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഈ ഫാൻ ബോർഡ് എന്ന് വിളിക്കുന്നത്.
ഈ ചെടിയും നമ്മുടെ നാട്ടുകാരനല്ല. ഇവയുടെ ശരിക്കുമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് അമേരിക്ക, ക്യൂബ, അതോടൊപ്പം തന്നെ ഫ്ലോറിഡയുടെ ചില ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. ഇതിലുണ്ടാകുന്ന ഒരു പിങ്ക് കളറിലെ പൂക്കൾ ഇങ്ങനെ ഒത്തിരിയേറെ സ്ഥലത്ത് വ്യാപിച്ച് ഒരു വാട്ടർ ബോഡി നിറച്ച് ഇതിങ്ങനെ പൂത്ത് നിന്നപ്പോൾ നമുക്ക് വളരെ ഭംഗി തോന്നി. അപ്പൊ ആ ഭംഗി തോന്നുന്നതിനാൽ തന്നെ ഒത്തിരിയേറെ പേര് ഇത് പറിച്ചെടുത്ത് അവരവരുടെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെയുള്ള ലേക്കുകളൊക്കെ ഇട്ടാൽ ഇതുപോലെ തന്നെ അവിടെയും ഭംഗി ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിതിനെ പറിച്ചെടുത്തുകൊണ്ട് പോവുകയുണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വളരെ വലിയൊരു അബദ്ധമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പോള് മേളിൽ കെട്ടിക്കിടക്കും, നമുക്ക് ഇനി റിമൂവ് ചെയ്യാൻ അല്ലെങ്കിലും പാടാണ്, എന്നാലും മുകളിൽ നിന്ന് ഇതിനെ അങ്ങ് എടുത്തു കളഞ്ഞാൽ മതി. പക്ഷേ ഈ കബോംബ ഫർക്കാറ്റയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു റൂട്ടഡ് പ്ലാന്റ് ആണ്. അതായത് ഇതിന്റെ പൂക്കൾ മാത്രമേ വെള്ളത്തിന്റെ മുകളിൽ ഉയർന്നു കിടക്കത്തുള്ളൂ. ബാക്കി ചെടി മുഴുവൻ അണ്ടർ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന്റെ അടിത്തട്ട് വരെ പോയി അവിടെ റൂട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ താഴെ തൊട്ട് മേള് വരെ ഏകദേശം 30 അടിയോളം വരെ ഇതിന്റെ ചെടിക്ക് നീളം ഉണ്ടാകും. അത്തരത്തില് ഇതിങ്ങനെ വളർന്നു കിടക്കുവാണ്. അപ്പൊ നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന പ്രശ്നം. ഇത് നമ്മുടെ വിദഗ്ധര് പറയുന്ന അനുസരിച്ച് ആരുടെയോ അക്വേറിയത്തിൽ നിന്നോ മറ്റോ ചാടിപ്പോകുന്ന ഒരു സ്പീഷീസ് ആണ്. ഇത് ഇത്തരത്തിൽ അവിടെ വ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ തനത് ചെടികളൊക്കെ തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ ഈ വാട്ടർ ഹയാസിൻ ഉണ്ടാക്കുന്ന അതേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും, അതായത് സോഷ്യോ ഇക്കോണമിക് പ്രശ്നങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ അക്വേറിയം ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി ഇത്തരത്തിലുള്ള ചെടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാതെ പോലും നമ്മുടെ അവിടെയുള്ള വാട്ടർ ബോഡികൾ ഇടാതിരിക്കുക. കാരണം നമുക്ക് അറിയത്തില്ല അത് എത്തരത്തിലുള്ള പ്ലാന്റുകളാണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇവ പിന്നീട് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ചെറിയൊരു നമുക്ക് അക്വേറിയത്തിലോ പോണ്ടിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ ആണെങ്കിൽ വലിയ വിഷയമില്ല. ഇത്തരത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് അക്വാട്ടിക് ചെടിയാണ് സാൽവേനിയ മൊളസ്റ്റ അല്ലെങ്കിൽ ആഫ്രിക്കൻ പായൽ എന്ന് നമ്മൾ പറയും. ഇങ്ങനെ പച്ച ബെഡ് പോലെ വെള്ളത്തിന്റെ മുകളിൽ ഇതിങ്ങനെ പരന്നു കിടക്കും. ഇവയൊക്കെ തന്നെ ഇത്തരത്തിൽ അബദ്ധത്തിൽ വന്നു പറ്റിയ ചെടികളാണ്. ഇനിയും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പൂക്കളുടെ ഭംഗിയിൽ മയങ്ങിപ്പോയി നമുക്ക് അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇവ നമുക്ക് മറ്റൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് കാണുന്ന അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സൗന്ദര്യത്തിൽ മയങ്ങി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പേ കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണം. കാരണം പിൽക്കാലത്ത് അത് നമുക്ക് ഗുണത്തിലേറെ ദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.